മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓപ്ഷനായിട്ട് ഷാനവാസ് ഫത്തൂർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു ചേഞ്ചസ് വേണം. അപ്പോൾ അവർ ഷിഫ്റ്റ് ആവുന്നത് കൊണ്ട് ബി ജെ പിക്ക് അനുഗുണമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ബി ജെ പി ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള വോട്ടുകളുണ്ട്, വോട്ട് ബാങ്കുകളുണ്ട്. വികസനത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയെ ഈ പ്രാവശ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കും. ബി ജെ പി ഉറച്ച വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 4 മണ്ഡലങ്ങളിൽ ഒന്ന് കാസർഗോഡാണ്. കാസർഗോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ 12,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇത്തവണ SAR ബി ജെ പിക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയുള്ള വിലയിരുത്തലുമുണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴും കാസർഗോഡ് മണ്ഡലത്തിൽ ഷുവർ സീറ്റ് ഉറച്ച വിജയപ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള കാരണം എന്താണ്? വികസനമാണ്. കാലകാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ലീഗിൻ്റെ കയ്യിലാണ് ഈ നമ്മളെ കാസർഗോഡ് അസംബ്ലി ഉള്ളത്. എന്നാലും ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വികസനം ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല, അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അറ്റർ ഫെയിലുറാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ MLA ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തനം. അപ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ജനങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസമാണ്. ഏത് നിലയിൽ? അതായത് പലപ്പോഴും പറയാറുണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ പൂർണ്ണമായും ഇവിടെ പോൾ ചെയ്യാറില്ല, ബി ജെ പിക്കുള്ള അടിസ്ഥാന വോട്ടുകൾ പോൾ ചെയ്യാറില്ല. പക്ഷേ ഈ തവണ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാരണമാണോ? അതെ. നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻസും പിന്നെ ഈ ഇലക്ഷൻസിലും നമുക്ക് പരമാവധി ഈ പ്രാവശ്യം നമ്മൾ പോളിംഗ് ചെയ്തിട്ടുണ്ട്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള എല്ലാ സ്ഥലത്തിലും നമുക്ക് വോട്ടുള്ള സ്ഥലത്ത് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ വോട്ടിംഗ് പെർസെൻറ്റേജ് നമ്മൾ കൂടിയിട്ടുണ്ട്. അതേപോലെ വർക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. നമ്മളെ പ്രവർത്തകന്മാർ നല്ല ജോഷിലാണ് ഉണ്ടായത്. ഈ പ്രത്യേകിച്ച് എതിരാളിയുടെ ഭാഗത്തുനിന്നുള്ള അത്തരം കേന്ദ്രങ്ങളിൽ നിന്നും കൂടി വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? 100%. ബിക്കോസ് ഈ പ്രാവശ്യത്തിൻ്റെ ഓരോരോ വോട്ട് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ വോട്ട് ഫോർ ഡെവലപ്മെൻറ്റാണ് എൻ്റെ സ്ലോഗൻ ഉണ്ടായത്. അപ്പോൾ കാസർഗോഡ് ജനങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വികസനം കാണാൻ സാധിക്കാത്ത കൊണ്ട് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും വികസനം വരുന്ന സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കും അത്തരം വലിയ പ്രതീക്ഷ ആത്മവിശ്വാസം പങ്കുവെക്കുമ്പോൾ അതിന് ഒരു കാരണമായി പൊതുവെ പുറമെ വിലയിരുത്തപ്പെടുന്നത് ഇത്തവണ ഇവിടുത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് ഫത്തൂർ വലിയ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും എന്നതാണ്. അത് ബി ജെ പിക്ക് അനുകൂലമാകുമെന്ന് കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് ശരിയാണ്? അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാം കാലകാലമായിട്ട് അവരാണ് ജയിച്ചു വരുന്നത്. അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഓപ്ഷനായിട്ട് ഷാനവാസ് ഫത്തൂർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു ചേഞ്ചസ് വേണം. മുസ്ലിം ലീഗിൻ്റെ ഇടയ്ക്ക് തന്നെ ചേഞ്ചസ് വേണം. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ അവർ ഷിഫ്റ്റ് ആവുന്നത് കൊണ്ട് ബി ജെ പിക്ക് അനുഗുണമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ബി ജെ പി ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള വോട്ടുകളുണ്ട്, വോട്ട് ബാങ്കുകളുണ്ട്. പിന്നെ വികസനം കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വികസനത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയെ ഈ പ്രാവശ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കും. അതായത് ഈ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവർ ഒരു ചേഞ്ചിനെ ആഗ്രഹിച്ചൊരു ഒരു ഓപ്ഷനായി ഷാനവാസ് വന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ബിക്കോസ് അവർക്കും കാലമായി 48 കൊല്ലമായിട്ട് ഒരു പാർട്ടിൻ്റെ 2 വ്യക്തികൾ മാത്രമാണ് ഇവിടെ ML ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു ചേഞ്ചസ് വേണ്ടേ? അവർക്ക് മടുത്തിട്ടില്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം അത് നമ്മൾ ഈ വരുന്ന ഇലക്ഷൻസിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പിലെ തെരഞ്ഞെടുപ്പിൽ LDF INL ആണ് മത്സരിക്കാറ്. പക്ഷേ ഇത്തവണ ഷാനവാസ് ഫത്തൂർ കുറച്ചുകൂടി സ്ട്രോങ് കാൻഡിഡേറ്റ് ആണെന്ന് വിലയിരുത്തപ്പെട്ടു. എന്തായാലും ഷാനവാസ് കൂടി ഒരു ഫാക്ടറാണ് കാസർഗോഡ്. അങ്ങനെ ഒന്നുമില്ല, ഒരാൾ ഫാക്ടറായിട്ട് വരുന്നതൊന്നുമില്ല. നമുക്ക് അസംബ്ലി മണ്ഡലത്തിൽ ആരാണ് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ജനങ്ങൾ വിലയിരുത്തും. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അശ്വിനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് എടുക്കുന്നത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അശ്വിനി ML ഇവിടെ ജനങ്ങളൊപ്പം ഉള്ളതും ചെറിയ വിഷയങ്ങളും ഇടപെടുന്നതും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ക്യാമ്പയിന് പോയ സന്ദർഭത്തിൽ അവർ നന്നായിട്ട് എന്നെ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അശ്വിനി ഇവിടെ നിന്ന് ജയിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വികസനം വരും എന്ന് ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് ഈ പ്രാവശ്യത്തിൻ്റെ വോട്ട് NDAക്ക് തരും എന്നാണ് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ ഈ പ്രാവശ്യം എന്തെങ്കിലും വികസനത്തിന് വേണ്ടിയിട്ട് വോട്ട് തരും. പാർട്ടി വോട്ടുകൾക്കൊപ്പം കുറച്ച് വ്യക്തിപരമായ വോട്ടുകൾ കൂടി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. എക്സാക്ട്ലി. ബിക്കോസ് പാർട്ടി വോട്ടിൻ്റെ കൂടുതലായിട്ട് എൻ്റെ പേഴ്സണൽ വോട്ടും എനിക്ക് കിട്ടും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. SAR ഏതെങ്കിലും രീതിയിൽ മണ്ഡലത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ആശങ്കയില്ല. ബിക്കോസ് നമുക്ക് ഈ അൺപോൾഡ് വോട്ട്സുകളുണ്ട്. കാലകാലമായിട്ട് പോളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആൾക്കാർ വരാറില്ല.
അപ്പോൾ അതാണ് ഈ പ്രാവശ്യം SR നമ്മളെ വോട്ടുകൾ വെട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ അവർ ആ വോട്ടുകൾ ഉണ്ടായെങ്കിലും ഇല്ലെങ്കിൽ അത് ഒരേപോലെ തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ പ്രാവശ്യം വരാത്ത ആൾക്കാരുടെ വോട്ടുകൾ വെട്ടിപ്പോയതാണ്. അതേപോലെ ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റഡ് ആൾക്കാർ വെട്ടിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ വരുന്ന ആൾക്കാരുടെ വോട്ടുകൾ നമ്മളിവിടെ സേവ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. എത്രയോ ആൾക്കാർ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നുള്ള ആൾക്കാർ, പുത്തൂർ വീട്ടിലുള്ള ആൾക്കാർ എല്ലാവരും വന്നിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബാധ്യത ഉണ്ടാവുന്നില്ല. അതായത് പോൾ ചെയ്യുന്ന വോട്ടുകളൊന്നും അങ്ങനെ തള്ളിപ്പോയിട്ടില്ല BJP. ഇല്ല, പോളിംഗ് ആവുന്ന വോട്ടുകൾ ഒന്നും തള്ളിപ്പോയിട്ടില്ല. എന്തെങ്കിലും പ്രഡിക്ഷൻ നടത്തുന്നുണ്ടോ ഒരു എത്രത്തോളം ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന്? ഇല്ല, ഭൂരിപക്ഷം 4-ാം തീയതി നമുക്ക് നോക്കാം. പക്ഷെ ജയിക്കും എന്നാണ് ഞാനിപ്പോൾ ഉറച്ചിട്ടായിട്ട് പറയുന്നത്. ഈ പ്രാവശ്യം കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ ഒരു BJP MLA ഉണ്ടാവും.